ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിപ്പോൾ ദോശക്ക് അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയാലൊക്കെ നമുക്ക് പെട്ടെന്ന് ദോശക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അരി ആദ്യം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ദോശക്ക് അരി വെള്ളത്തിലിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഉലുവ ചേർക്കുമ്പോഴത്തേക്കും ആ ദോശക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം, ചെറു ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. അപ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് സമയം തന്നെ വെച്ചാൽ മതിയാവും. ഇപ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞാനിതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞാൻ റൈസ് കുക്കർ തുറന്നു കേട്ടോ. അത് കണ്ടോ. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകിയതിന് ശേഷമാണ് അരി ഉഴുന്നൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരുമിച്ചായിരുന്നു വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, അരിയും അതുപോലെ തന്നെ ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് ഉലുവയൊക്കെ നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെന്ത് പോവില്ലേ, റൈസ് കുക്കറിൽ വെച്ചതല്ലേ എന്നൊക്കെ. പക്ഷേ വെന്ത് പോകുന്നില്ല. അത് നന്നായിട്ട് അരി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരച്ചെടുത്തിട്ട് ദോശക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ മറന്നു പോകുന്ന സമയത്തൊക്കെ നമുക്ക് നാളെ ദോശ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മൾ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിൽ ആ ചൂടുവെള്ളം ഒന്ന് ഒഴിവാക്കി എന്നിട്ട് ഞാൻ അരി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പേസ്റ്റ് രൂപത്തിൽ നമ്മൾ സാധാരണ ദോശക്ക് അരക്കുന്ന പോലെ തന്നെ അരച്ചെടുത്തു. പക്ഷെ അരക്കുന്ന സമയത്ത് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ അരച്ചെടുക്കുക. കാരണം നമ്മുടെ റൈസിന് ചെറിയൊരു ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ അരക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ മാവിന് ചൂടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇഡ്ഡലി മാവാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അല്ല, ഇഡ്ഡലി മാവാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് ബാറ്റ് കേട്ടോ. പിന്നെ നമ്മൾ ദോശക്ക് അതുപോലെ തന്നെ ഇഡ്ഡലിക്കൊക്കെ മാവ് റെഡിയാക്കുന്ന സമയത്ത് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ അത്യാവശ്യം നല്ല കുണ്ടുള്ള പാത്രമൊക്കെ എടുക്കുക കേട്ടോ. മാവ് ഒത്തിരി നിറച്ച് പൊങ്ങി വരുമ്പോഴൊക്കെ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പാത്രത്തിലാണ് ഇത് ചെയ്ത് വെക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും അതുപോലെ അരച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കും. പിന്നെ ഈ ദോശയ്ക്ക് നമ്മൾ മാവ് അരച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് റെഡിയാക്കിയാലേ നന്നായിട്ട് നിറച്ച് പൊന്തി വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ ദോശയ്ക്ക് മാവ് അരച്ച് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊങ്ങി വരില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. നമ്മൾ അരമണിക്കൂർ കൊണ്ട് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ ദോശ റെഡിയാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡ്ഡലിയും ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൈ വെച്ചിട്ട് മിക്സ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമേ. ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡിലുള്ള ഒരു മാവൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഇതുപോലെ ചെയ്തിട്ട് ക്ലിയർ ആക്കി വെക്കുക. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരാനൊക്കെയാണ് ചെറിയ ടിപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇനി നമ്മളിത് വെക്കുന്നത് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചൂടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ രീതിയിൽ ദോശമാവ് പൊങ്ങി വരാനുള്ള ടിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. നമ്മൾ അരിയിൽ നമുക്ക് വെക്കാം കേട്ടോ. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ വീട്ടിൽ ഓവൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവണിനകത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓവൺ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് അടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ദോശമാവ് പൊങ്ങി വരും. ഓവൺ ഉണ്ടെങ്കിൽ ഓവണിനകത്ത് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. അവിടെയൊക്കെ നല്ല ചൂടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താലും ദോശമാവ് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇനി ഇത് രണ്ടും ഇല്ലാത്ത ആളുകൾക്ക് എന്തായാലും ഇതുപോലെ അരി ഇട്ട് വെക്കുന്നൊരു പാത്രം വീട്ടിലുണ്ടാവും അല്ലേ.
അപ്പോൾ ആ ഒരു അരിക്കലത്തിൽ നമുക്കിതങ്ങ് ഇറക്കി വെക്കുക. ആ അരിയിൽ ഇറക്കി വെക്കുന്ന സമയത്ത് അടിഭാഗത്തൊന്നും വെള്ളമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വെക്കട്ടെ, നനവൊന്നും ഇല്ലാണ്ട് തുടച്ചിട്ട് വെക്കുക. പിന്നെ നമ്മൾ പാത്രം എപ്പോഴും കുറച്ച് വലിയ പാത്രത്തിൽ ദോശമാവ് വെക്കുക. കാരണം ചെറുതിൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങി വരുമ്പോൾ ചിലപ്പോൾ നേരെ വെളുക്കുമ്പോഴത്തേക്ക് അരിയിലൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് രാവിലെ നല്ലൊരു പണിയായിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലിയ പാത്രത്തിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അരിയിൽ ഇതുപോലെ രാത്രി ഇറക്കി വെക്കാറാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കാണിച്ചത്. ഇങ്ങനെയും പൊങ്ങി വരും. ഇനിയിപ്പോൾ ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ റൈസ് കുക്കറിലാണ് വെക്കാറ്, കാരണം റൈസ് കുക്കറിൽ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതില്ലാത്തവർക്ക് ഈ ഒരു രീതിയും ചെയ്യാന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ പിറ്റേ ദിവസം നമ്മളെ ദോശമാവ് ഇതാ എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി മാവാണ് കേട്ടോ, സോറി ഇഡ്ഡലി മാവാണ്. അത് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം പൊങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. നല്ല സോഫ്റ്റാണ്, നല്ല രീതിയിൽ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് റെഡിയാക്കി കാണിക്കാം. ഇഡ്ഡലി ഒന്ന് റെഡിയാക്കിയിട്ട് കാണിക്കാം അതിൻ്റെ സോഫ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ അരി വെള്ളത്തിൽ, നമ്മളിപ്പോൾ തലേദിവസമൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയി, പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ദോശ വേണം തോന്നുകയാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് നമുക്ക് അരി അപ്പോൾ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. ദോശമാവ് നമുക്ക് എങ്ങനെ വെച്ചിട്ടും എങ്ങനെ റെഡിയാക്കിയിട്ടും അത് സോഫ്റ്റായിട്ട് കിട്ടുന്നില്ല, ഇഡ്ഡലി സോഫ്റ്റായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പരാതിയുള്ളവർക്ക് എന്തായാലും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് ഈ ഓവണ്, റൈസ് കുക്കർ, അതുപോലെ തന്നെ അരി, ഇതിൽ ഏറ്റവും റിസൾട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ളത് റൈസ് കുക്കറാണ്. റൈസ് കുക്കറിൽ നമ്മൾ രാത്രി ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തേക്കും ആ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അരിക്കലത്തിലും നല്ല ബെസ്റ്റാണ്. പിന്നെ ഓവണിൽ എനിക്ക് അത്ര നന്നായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ, കാരണം ഓവണിൽ വെച്ചാൽ ശരിയാവുമെന്ന് പലരും പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അതിനേക്കായി നല്ലത് റൈസ് കുക്കറും അതുപോലെ തന്നെ അരിക്കലൊക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം അരിക്കലത്തിൽ പ്രത്യേക ഒരു ചൂടായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് നല്ലതാണ്. അപ്പോൾ അരിക്കലില്ലാത്തവരുടെ വീടൊന്നും എന്തായാലും ഉണ്ടാവില്ല, എല്ലാവരുടെ വീട്ടിലും അത് ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രണ്ടെണ്ണം കാണിച്ചു ടിപ്പ് എന്ന് പറയുന്നത്, അതായത് പൊങ്ങി വരാത്തവർക്കും ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലിടാൻ മറന്ന അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയവർക്കും ഇതെന്തായാലും യൂസ്ഫുൾ ആവും. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് ദോശയും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദോശമാവ് പൊങ്ങി വരാനുള്ള വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നന്നായിട്ട് പൊങ്ങി വന്ന മാവ് ഉണ്ടാവുമല്ലോ, അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ അമ്മമാരൊക്കെ റെഡിയാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും. അത് നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് പൊങ്ങി വരിക. ഇത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് തരിക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. പിന്നെ പറ്റുന്നവരൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒരുപാടുണ്ട് നമ്മുടെ ചാനലിൽ, നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോസാണ്. പറ്റുന്നവരൊക്കെ അതും കൂടി ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.